നിൽപ്പ് കണ്ടാൽ അറിഞ്ഞുകൊണ്ട് നിസ്സഹായനാണെന്ന്. എല്ലാ ചോദ്യത്തിനും മൗനം മാത്രമായിരുന്നു മറുപടി. ഇത്രയേ ഉള്ളൂ, അതിൽ കൂടുതൽ പ്രതികരണം ഇല്ല തന്നെ, അതിന്റെ ആവശ്യമില്ല. ഒരു സാരമില്ല, ആയിക്കോട്ടെ. വളരെ നിസ്സഹായനാണ്. കുറച്ച് ശക്തി അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കടം വാങ്ങിക്കാം. അല്ല, അതായത് ഇപ്പൊ അവിടുന്ന് പറയുന്നത് നിസ്സഹായനായി നിൽക്കുന്നത് കണ്ട് വിഷമം തോന്നിയെന്നുള്ളല്ലേ? ഈ നിൽപ്പ് കണ്ടാൽ അറിഞ്ഞൂടെ നിസ്സഹായനാണെന്ന് മനസ്സിലായില്ലേ? ഈ നിൽപ്പ് കണ്ടാൽ അറിഞ്ഞൂടെ നിസ്സഹായനാണെന്ന്. എല്ലാ ചോദ്യത്തിനും മൗനം മാത്രമായിരുന്നു മറുപടി ഇന്നലെ എന്നാണ് പറഞ്ഞത്. അതിൽ വിഷമമുണ്ട്. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാതെയാണ് ഡി രാജ വന്നത്. ആ സമയത്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നത്. അതിനെന്താ അങ്ങനെ അത്രയും ഗൗരവത്തിൽ വന്നിട്ട് PM ശ്രീയെ കുറിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് CPI ഓഫീസിൽ പോയി ബിനോയ് വിശ്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ CPIയുടെ ജനറൽ സെക്രട്ടറി ഇവിടെ വന്നു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഞങ്ങൾ സംസാരിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കേരളത്തിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടവർ അവിടെ ചർച്ച ചെയ്താണ് പരിഹരിക്കേണ്ടത്. സാമാന്യ ബുദ്ധിയും യുക്തിയുള്ള ആർക്കും ഇത് മനസ്സിലാവും. ഇവിടെ ഇരുന്ന് CPMൻ്റെ ജനറൽ സെക്രട്ടറിയും CPIയുടെ ജനറൽ സെക്രട്ടറിയും കൊണ്ട് തീരുമാനിക്കേണ്ടതല്ല, കേരളത്തിലാണ് തീരുമാനിക്കേണ്ടത്. കേരളത്തിൽ തീരുമാനിക്കുന്നതിന് എന്ത് സഹായം അഖിലേന്ത്യാ നേതൃത്വത്തിൽ നിന്ന് ആവശ്യമുണ്ടോ അത് ഡി രാജയും ഞാനും നൽകും. കേരളത്തിലെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അതാണ് ഇന്നലെ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. തിരുത്തണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യമാണ് സുഹൃത്തെ. നിങ്ങളങ്ങ് തീരുമാനിക്കേണ്ട എന്താ വേണ്ടതെന്ന് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഞങ്ങൾ ഇടപെടും, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.